ടോപ്പിക് എന്ന് പറയുന്നത് അനാമിക വിഷ്ണു. ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എയറിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അനാമിക ഓർഫനേജിൽ വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ അനാമികേൻ്റെ അമ്മ മരണപ്പെട്ടു പോയി. അമ്മ മരിച്ച ശേഷം അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. അനാഥാലയത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ജീവമാതാ കാരുണ്യഭവൻ എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 2024 ഒക്ടോബറിൽ അനാഥ മന്ദിരത്തിലെ അനാമിക എന്ന് പറയുന്ന കുട്ടിയെ ആ അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരിയായ ഉദയ ഗിരിജ, അതായത് ആ അനാഥാലയത്തിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ആ സ്ത്രീ അവരുടെ മകന് വിവാഹം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ അനാമിക എന്ന് പറയുന്ന കൊച്ചിനെ സ്വന്തം മകന് തന്നെ വിവാഹം ചെയ്ത് കൊടുത്തിട്ട് ഭയങ്കര ആ വീഡിയോസൊക്കെ ഭയങ്കര നല്ല രീതിക്ക് റീച്ച് ആയതായിരുന്നു കേട്ടോ. അവരിങ്ങനെ ഭയങ്കര ട്രെൻഡിങ്ങിലായിരുന്നു. അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിക്ക് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ആയിരുന്നു അതൊക്കെ. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊരു ട്വിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. കഥകളിപ്പോൾ വേറെ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി 7ാം മാസത്തിൽ പ്രസവിക്കുകയാണ്. അവരുടെ മാരേജ് നടന്നത് ഒക്ടോബറിലാണ്. ഇവർ ജൂൺ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലൊക്കെയാണ് ഇവർക്ക് ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഡെലിവറി കുട്ടി ബേബി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു, ബേബിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരുടെ ചാനൽ നോക്കി മനസ്സിലാവും. സിസേറിയൻ ആയിരുന്നു എന്നവരും പറയുന്നുണ്ട്. 8ാം മാസം പോലും ആയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് കുട്ടി വന്നത്, അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ ഗർഭിണിയായിരുന്നു എന്നൊക്കെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പ് തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമേഴ്സ് വന്നപ്പോഴായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്, സന്ധ്യ എന്ന് പറയുന്ന ഒരു സ്റ്റാഫ്, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ അവരൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ വന്നതോടെ എല്ലാവർക്കും നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഡൗട്ട് വരാൻ തുടങ്ങി. കുറേ പേര് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓർഫനേജിനെ കുറിച്ചും കുറേ നെഗറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാലം ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് പെട്ടെന്ന് ഒരു നെഗറ്റീവ് വന്നു എന്നറിഞ്ഞതും പിന്നെ പുറകെ കുറേ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എത്ര പെട്ടെന്നാണ് ഓരോ നെഗറ്റീവ്സ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഓർഫനേജ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്തായാലും ഇൻസ്പെക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വന്നിട്ടുണ്ടാകും. പരിശോധനയില്ലാതെ അതെന്തായാലും ആ ഒരു സ്ഥാപനം മുന്നോട്ട് പോകില്ല. ചൈൽഡ് വെൽഫെയർ കമ്മ്യൂണിറ്റി അതുപോലെ കുറേ അതോറിറ്റീസും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ എന്തായാലും ചെയ്യും. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് നേരത്തെ ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവണം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അവരെ വൈരാഗ്യം അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് തടയണം എന്ന് ഉദ്ദേശിച്ച് ആരോ ചെയ്യുന്ന പോലെയൊക്കെയാണ് നമുക്കിപ്പോൾ ഫീൽ ആവുന്നത്. അവിടെ നിന്ന് ഇവിടെ നമുക്ക് കുറച്ച് ന്യൂസുകൾ കേൾക്കുന്നു എന്ന് വിചാരിച്ച് ഇതാണ് സത്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഏതായാലും ഇവർക്ക് എന്താ പറയാനുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ശത്രുക്കളെ എന്നെ തകർക്കാൻ എന്ന് വെച്ചാൽ ഒരു പെണ്ണിന് ഒറ്റയ്ക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച ഒരു 2-3 ആൾക്കാർക്ക് അവരുടെ നിർബന്ധപ്രകാരം, അവരുടെ ആവശ്യപ്രകാരം ഈ സ്ഥാപനം തകർക്കാനെ കൊണ്ട് ഇറങ്ങിത്തിരിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ആ സ്ത്രീ പറഞ്ഞത് വിശ്വസിച്ച് അതും കൊണ്ട് ഇവിടെ ഇങ്ങോട്ട് വരുന്നത് ഒട്ടും ശരിയല്ല. കേസ് ഫയൽ ചെയ്തു. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കേസ് ഫയൽ ചെയ്തു. മിക്കവാറും നാളെ മുതൽ അന്വേഷണം തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ലീഗലായിട്ട് മുന്നോട്ട് പോയിട്ട് അതിൻ്റെ ഒരു റെസിപ്റ്റ് സഹിതം നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത്. ഓക്കെ, അവർക്ക് നല്ല രീതിക്ക് ഹേർട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവർ സംസാരിക്കുന്ന രീതി, അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവർ പറയുന്ന ഏറെക്കുറെ സത്യം തന്നെ ആവണം. ഈ റൂമേഴ്സൊക്കെ അവരുടെ വൈരാഗ്യമുള്ളവരാവണം ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക. അവർ ലീഗലി മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നാണെങ്കിൽ, അവരുടെ ഭാഗത്താണ് ന്യായം എന്നുണ്ടെങ്കിൽ അവർ ലീഗലി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷ്ണു അനാമിക എന്ന അവരിൽ തുടങ്ങിയ പ്രശ്നം ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് ഈ ഓർഫനേജിലാണ്. ഈ ഓർഫനേജ് ഇവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അവിടെ കുറേ ജീവനുണ്ട്, കുഞ്ഞു മക്കളുണ്ട്. അപ്പോൾ അവരുടെ ഭാവിയും അല്ലെങ്കിൽ അവരുടെ അന്നന്ന് കിട്ടുന്ന ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ മുടങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ തന്നെ പറയുന്നുണ്ടല്ലോ നമ്മൾ ലീഗലി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് അവർ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ പുറത്ത് വരട്ടെ. അല്ലാതെ നമ്മൾ കുറേ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ ന്യൂസ് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.